നമസ്കാരം. നമ്മൾ ദിവസവും രാവിലെ പത്രം കാണുമ്പോൾ പല ദിവസങ്ങളും വളരെ വിഷമത്തോടുകൂടിയാണ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കാണുന്നത്. ശരിക്കും ഇന്നും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, ഒരു മലയാള പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വർഷങ്ങൾക്ക് മുൻപ് കണ്ണിലൊരാൾ കത്തി വെച്ച് കുത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. അത് സത്യം പറഞ്ഞാൽ വളരെ വിമർശനവും ആ ഫോട്ടോ കാരണം ഉണ്ടായി എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും ലഹരിയും മറ്റും കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനം ആകെ കലുഷിതമായിരിക്കുകയാണ്. പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലല്ലല്ലോ, വേറൊരാളുടെ വീട്ടിലാണല്ലോ എന്ന് തോന്നിപ്പോകും. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. മിക്ക മരണങ്ങളും ആത്മഹത്യയാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് ആദ്യം പറയുന്നത്. ആത്മഹത്യയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ 1-2 മണിക്കൂർ നേരത്തെ ബുദ്ധിമുട്ടും 10 രൂപയുടെ പേപ്പറും ഉണ്ടെങ്കിൽ പോലീസിൻ്റെ പണി തരും. മിക്കവാറും പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ പേപ്പർ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ട് പാക്കറ്റ് കണക്കിന് മേടിപ്പിക്കുക. അപ്പോൾ ആ പൈസയും ചിലവാകത്തില്ല. അപ്പോൾ അതുപോലെയാണ് മിക്ക ആത്മഹത്യകളും ഇന്ന് പോലീസ് കൊണ്ടെത്തിക്കുന്നത്. പറയാൻ കാരണം, ഒരു മരണം, ദുരൂഹ സാഹചര്യത്തിലുണ്ടായ മരണം, ആ മരണത്തെ ആത്മഹത്യയാക്കി തീർത്താൽ നമ്മുടെ പോലീസിൻ്റെ പണി തീർന്നു. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും, ശരിക്കും ഒരു മൂല കാരണം ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്ത സമയത്ത് ഒരമ്മ തൻ്റെ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കോട്ടയത്ത് അതിരമ്പുഴയിൽ ട്രെയിൻ വരുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് ചിന്നിച്ചിതറി മരിച്ച സംഭവം. അവരുടെ ഭർത്താവ് അവർക്ക് അയച്ച മെസ്സേജുകളൊക്കെ തന്നെ ആ മരണത്തിലേക്ക് അവരെ നയിക്കുവാൻ ഉപോത്ബലകമായി എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും, ജനരോഷം ഉയരുകയും, ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും, അതിൽ കാരണക്കാരനെ അച്ഛനെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള വേറെ സത്യം. അച്ഛൻ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായിരുന്നാലും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൂടെ പല കാര്യങ്ങളും പുറത്തു വന്നു. അങ്ങനെ മരണത്തിന് ഉത്തരവാദിയായത് അവരുടെ ഭർത്താവാണ് എന്നാണ് പുറത്തു വന്നത്. അങ്ങനെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് കാരണം അവരുടെ ഭർത്താവായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് നാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മരിച്ച മേഘ എന്ന് പറഞ്ഞ കുട്ടി. 24 വയസ്സുള്ള, ഏതൊരു യുവാവും യുവതിയും സ്വപ്നം കാണുന്ന രീതിയിലുള്ള സാലറി, 6 അക്ക സാലറിയുള്ള ഒരു പെൺകുട്ടി. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൾ. അച്ഛൻ ITLയുടെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ആൾ, അമ്മ പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ. ഏക മകളാണ്. നല്ല സമ്പത്തുള്ള വീട്ടിലെ അച്ഛനും അമ്മയും വളരെ ലാളിച്ചു വളർത്തിയ മേഘ എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം ചാക്ക വെച്ച് ജയന്തി ജനതാ എക്സ്പ്രസ്സിന് മുമ്പിൽ വീണ് അല്ലെങ്കിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ആ സമയത്ത് അവൾ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തത്. സംസാരിച്ചുകൊണ്ട് വന്ന ആൾ സൈഡിൽ കൂടെ നടന്നു പോകുന്നതായിരിക്കും ലോക്കോ പൈലറ്റ് കണ്ടത്. പക്ഷേ പെട്ടെന്ന് അവൾ മതിലേക്ക് കമിഴ്ന്നു വീഴുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ മരണം സംഭവിക്കുകയും അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ചിന്നിച്ചിതറുകയും ചെയ്തു എന്നാണ് പുറത്തു വന്ന വാർത്ത. പോലീസ് അത് പ്രാഥമികമായി തന്നെ കണ്ടപ്പോഴേ പറഞ്ഞ് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. ആത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നം തീർന്നല്ലോ. ആ ആത്മഹത്യയിലേക്ക് ആ കുട്ടിയെ, 24 വയസ്സുള്ള ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയൊരു സംഭവമുണ്ട്. ആ സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കുമ്പോൾ മാത്രമേ ആ മരണത്തിന് യഥാർത്ഥ കാരണം പുറത്തു വരികയുള്ളൂ. ഏത് കൊലപാതകത്തിനും ഒരു കാരണമുണ്ടാകും, ഏത് ആത്മഹത്യയ്ക്കും ഒരു കാരണമുണ്ടാകും. അതുപോലെയാണ് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. ആ കാരണം കണ്ടുപിടിക്കുവാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ പോലീസിൻ്റെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ട്രെയിൻ തട്ടി മരിക്കുക, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുക, ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ യുവാക്കളുടെ ഏറിയ പങ്കും ലഹരിക്കടിമയായി വീടിനും നാട്ടിനും അവനും വേണ്ടാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നൊരവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ അപ്പോൾ കാണുന്ന ഒരു പ്രണയത്തിൻ്റെയോ അല്ലെ അങ്ങനെയുള്ളൊരു കാര്യത്തിൻ്റെ പുറത്തുനിന്ന് പെട്ടെന്ന് പിന്മാറപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വിഷമം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ. ഇതിനൊക്കെ കാരണക്കാരുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പെൺകുട്ടിക്കും ഒരു കാമുകനുണ്ടായിരുന്നു. അവൾക്കൊരു കാമുകൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൾക്കും ഉണ്ടായിരുന്ന ഒരു ആൺ സുഹൃത്ത്. അവൾ ജോലിയിൽ കയറുമ്പോൾ അവളോടൊപ്പം ട്രെയിനിങ്ങിനുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയാണ്. അവൻ പല ദിവസങ്ങളിലും ഈ കുട്ടിയുമായി അവൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്ത് അവൾ ജോലി ചെയ്യുന്നു, അവൾ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നു. പല ദിവസങ്ങളിൽ അവൻ ട്രിവാൻഡ്രത്ത് വരികയും അല്ലെങ്കിൽ അവൾ എറണാകുളത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞൊരു കോഹാബിറ്റൻ ലൈഫ് പോലെ ആയിരിക്കാം അവർ ജീവിച്ചു വന്നത്. അങ്ങനെ ഇരിക്കെ അവന് ഹയർ സ്റ്റഡി വേണം, അവൻ IAS അല്ലെങ്കിൽ IPS അതല്ലെങ്കിൽ അതുപോലത്തെ സർവീസുകളിലേക്ക് പോകണം, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെ വേണം. അങ്ങനെയുള്ള
ഒരു ഇഷ്ടം അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അത് ജയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിങ്ങനെ വിവാഹത്തെ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് പാവം പെൺകുട്ടി വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അവൾ പ്രേമിക്കുന്ന സമയത്ത് കണ്ണും മറ്റുള്ള കാര്യങ്ങളും അറിയില്ലല്ലോ, അവനെ മാത്രമേ കാണുന്നുള്ളൂ, അവൻ പറയുന്ന വാക്കുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. അങ്ങനെ ഈ മേഘ അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിച്ചു. വീട്ടുകാർ ആദ്യം എതിർത്തെങ്കിൽ പോലും പിന്നീട് അവരും ഒരു മകളല്ലേ ഉള്ളൂ, അവളുടെ സ്വപ്നം നടക്കട്ടെ, അവൾ സുഖമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ വീട്ടുകാരുടെ വിവാഹം ആലോചിക്കാൻ വരാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ അവന് നീട്ടിക്കൊണ്ട് പോവുകയും ഏറ്റവും അവസാനം അവൻ്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും അവൻ തന്നെ തേച്ചു എന്ന പെൺകുട്ടിക്ക് മനസ്സിലായി. അതിൻ്റെ മനോവിഷമം അവരുടെ ഉള്ളിൽ കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്ന ദിവസം എന്തുകൊണ്ട് അവൾ മരിച്ചു എന്ന് ചോദിച്ചാൽ, അവൾ 7 മണിക്ക് അവളുടെ ജോലി സ്ഥലത്തു നിന്ന് താമസ സ്ഥലത്തേക്ക് പോയി. സാധാരണഗതിയിൽ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് രാവിലെ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും, വൈകുന്നേരം വരെ കിടന്നുറങ്ങും. ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു പൊതു സ്വഭാവമാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങുക, അത് അവരുടെ ശീലമായി വന്നിരിക്കുകയാണ്. അങ്ങനെ അവളും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവിടെ വന്ന് കിടന്നുറങ്ങും. അതിനുശേഷം അച്ഛനെയും അമ്മയും വിളിക്കാറുണ്ട്, എല്ലാ ദിവസവും ഇവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് പെട്ടെന്ന് ചിന്നിച്ചിതറിപ്പോകുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ പയ്യൻ, അല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയവൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകിയ ആ കുട്ടിയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ലവ് ജിഹാദ് ഉണ്ടായിരുന്നു, ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്നോടൊപ്പം ഇറങ്ങി വരാൻ തയ്യാറായ, തന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ സ്നേഹമുള്ള ഒരാൾക്ക് പറ്റില്ല. അത് അഫാനെ പോലുള്ളവർക്ക് മാത്രമേ തലേന്ന് വൈകിട്ടും 200 രൂപ അവിടെ നിന്ന് കടം മേടിക്കുകയും അവിടെ കൈത്തെ കിടന്ന മാല പണയം വെച്ച് ആ പൈസയും എടുത്ത് മുട്ടടിച്ചതിന് ശേഷവും അവളെ വിളിച്ചു വരുത്തി ചുറ്റിക്കൊണ്ട് അടിച്ചു കൊല്ലുന്ന അഫാനെ പോലുള്ള മനസ്സിൻ്റെ ഉടമയായിരിക്കാം ഈ പറഞ്ഞ പേര് ഇനിയും പുറത്തു വരാത്ത ഈ മലപ്പുറം സ്വദേശി എന്ന് വേണം കരുതാൻ. ഈ പെൺകുട്ടികൾക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സമയത്തോ വ്യത്യസ്തമായി കാണുന്ന എന്തോ ഒന്നിൻ്റെ പുറകിലേക്ക് പോവുകയും എല്ലാം അവനാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. മാറി ചിന്തിക്കാൻ, IB ഉദ്യോഗസ്ഥയാണ്, ഒന്ന് മാറി ചിന്തിക്കുവാൻ, ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ, ഒരു മാറ്റം ചിന്തിക്കുവാൻ, തന്നെ ചതിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവൻ വീണ്ടും നിലനിൽക്കണം, താൻ ഇവിടെ ജീവിക്കുന്നതിനും ജനിക്കുന്നതിനും ഒക്കെ ഒരു കാരണമുണ്ടെന്നും അവളെ കേൾക്കാനിരിക്കുന്ന, അവളോടൊപ്പം സന്തോഷം പങ്കിടാനിരിക്കുന്ന ഒരച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള ബോധ്യം പോലും അവൾക്ക് ഇല്ലായി പോയല്ലോ എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്ന ഒരു സങ്കടം. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു കുട്ടിയെ കാണാതെ പോയി, ജസ്റ്റിനെ കാണാതെ പോയി, എവിടെയാണെന്ന് പോലും അറിയില്ല. അതുപോലെ എന്തായാലും തിരോധാനം ഉണ്ടായില്ലല്ലോ എന്ന് മാത്രം സമാധാനിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾ ഒന്നുകൂടി ചിന്തിക്കുക. 23 വയസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 24 വയസ്സ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രായമാണ്. മനുഷ്യജന്മം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഈ മനുഷ്യജന്മത്തിന് ശേഷം നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നും അവിടെ പോയിട്ട് വന്ന് ആരും ഇതുവരെ ഒന്ന് പറയാത്തതുകൊണ്ട് അങ്ങനെ സംഭവം ഇല്ല നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി ആ രീതിയിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരെ ചേർത്ത് പിടിക്കേണ്ട അവസ്ഥയിലാണ് സമൂഹം മുമ്പോട്ട് പോകുന്നത്. എന്ത് കാര്യവും അച്ഛനോടും അമ്മയോടും പറയാനുള്ളൊരു കുടുംബാന്തരീക്ഷം വീട്ടുകളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മകനും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ പോയിട്ട് വരുമ്പോൾ അച്ഛനോ അമ്മയോ, അമ്മ ആണെങ്കിൽ അമ്മ, അവരോടൊപ്പം അടുത്തിരുന്ന് അവരുടെ വിശേഷങ്ങൾ അറിയുവാനും, അവരുടെ മുഖം വാടിയാൽ അതെന്താണെന്നും അവരുടെ ചിന്താഗതി മാറുന്നത് കാണുമ്പോൾ ബോഡി ലാംഗ്വേജിലുള്ള മാറ്റങ്ങൾ എന്താണെന്നും ആ അമ്മയും അച്ഛനും ചേർന്നിരുന്നോ അല്ലാതെ ഒറ്റയ്ക്കൊറ്റയോ അവളോട് പറഞ്ഞിരുന്നുവെങ്കിൽ, അവളെ ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവളെ നഷ്ടപ്പെടില്ലായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ വീഡിയോ കാണുന്ന കുറേ 30 വയസ്സിൽ താഴെ പ്രായമുള്ള കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ലഹരികളൊന്നുമല്ല നിങ്ങളെ മുമ്പോട്ട് നയിക്കാനുള്ളത്. ഈ പ്രണയങ്ങളൊന്നുമല്ല, ഈ ഒരു പ്രണയവും ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല. ആയിരക്കണക്കിന് പ്രണയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രണയങ്ങളൊന്നും തന്നെ സബലീകരിച്ചിട്ടില്ല. പക്ഷേ വിശ്വാസമില്ലാത്ത ഒരുത്തൻ്റെ മുമ്പിൽ തൻ്റെ മനസ്സും ശരീരവും ഒരാളും അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ആദ്യമായി അല്ലെങ്കിൽ നിങ്ങൾ അവസാനമായി ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, കയറെടുക്കുവാൻ ചിന്തിക്കുമ്പോൾ, മയക്കുമരുന്ന് കഴിച്ച് ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മദ്യം കഴിച്ച് ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളെ കാത്ത് നിങ്ങളോടൊപ്പമുള്ള നിങ്ങൾ ഈ ഭൂമിയിൽ വരാൻ കാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം നിങ്ങൾ ഓർക്കുക. വീട്ടുകാരെപ്പറ്റി ഒരു നിമിഷം ഓർക്കുക. അതുപോലെ തന്നെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ ഓരോ രക്ഷിതാക്കളും മുൻപോട്ട് വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വീടുകളിലും മേഘമാരുണ്ടാകാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.